വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഇന്ന് നമ്മൾ കൊളുക്കുമലയിൽ പോവാണ് കേട്ടോ. ഇവിടെ തണുത്ത് വറച്ചിട്ട് നിൽക്കാൻ വയ്യ. ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാൻ വേണ്ടി വന്നതാണ്. സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുമ്പോൾ അറിയാം. വെൽക്കം ടു നിത്യ ദി അൺഫിറ്റഡ് മൂന്നാർ ഡയറീസ് എപ്പിസോഡ് 3. പെട്ടെന്ന് റെഡി ആകട്ടോ. എൻ്റെ അമ്മി വിചാരിച്ച മാതിരിയല്ല കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഞാൻ കുളിച്ച് വന്ന് ഇനി പെട്ടെന്നൊക്കെ ഒന്ന് പോയിട്ട് മുഖത്തിന് വൃത്തിയാകട്ടെ. മൂക്കുന്നൊക്കെ വെള്ളം വരുന്നത് തണുത്തിട്ട് പോവാ. ഞങ്ങൾ ജീപ്പ് അവിടെ വന്നിട്ടുണ്ട്. വേഗം പോയിട്ട് സീറ്റ് പിടിക്കട്ടെ. പോവാന്നാ? കമോൺ ലെറ്റ്സ് ഗോ. ഞമ്മ പോയി ട്രക്ക് ചെയ്തിട്ട് വരാം. കുഞ്ഞു ഒരു കാര്യമൊന്നും മറക്കും. നെഞ്ഞൊക്കെ വേദനയാണ്. പോരാത്തിന് ഇവിടെ നല്ല മരണിക്കുന്ന അത്ര തണുപ്പും. ഞങ്ങള് വന്നിവിടെ മേലെ എത്താനായിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെ കുലുങ്ങി ഒരു വൈക്ക്. ഞങ്ങളിവിടെ ജീപ്പ് ഇറങ്ങിയിട്ട് ഒരു 300 മീറ്റർ മാറി നടന്നാലാണ് സൺറൈസിൻ്റെ പോയിന്റ് എത്തുക കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ സ്കൈ ഓറഞ്ച് ബ്ലൂ ആ സ്കൈ കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാരണം ഇവിടെ കാണുന്നുണ്ട്, ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ. ഇവിടെ ജീപ്പുകളൊക്കെ കൊണ്ട് തട്ടിട്ട് നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജീപ്പാണ്. അവിടെ ചായ ഉണ്ടായിരുന്നു, പക്ഷെ ചായ വാങ്ങാൻ അവിടെ ഗൂഗിൾ പേ വർക്കാവില്ല. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ കാട്ടിനുള്ളൂടെ നടന്നു പോവാണ്. ചായ കുടിക്കാണ്ടുള്ള അത് തന്നെ. തൽക്കാലം ചായ എന്നുള്ള മോഹം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് വീണ്ടും മുന്നോട്ട് കുതിച്ചു പോയിരിക്കുകയാണ്. ഒരു കുതിരയെ പോലെയാണ്. കുതിരനെ പോലെ പോയിട്ട് വന്ന് മനസ്സിനെ പോലെ നടക്കാൻ വരെ പറ്റില്ല. അടിപൊളി. ഇനിയും പോവാനുണ്ടല്ലേ? എനിക്ക് എന്തെന്നില്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഞാൻ ഉദ്ദേശിച്ച കളർ ഇത് തന്നെയായിരുന്നു നസ്രത്ത്. ഞങ്ങളിവിടെ നല്ലൊരു പോയിന്റ് നോക്കിയിട്ട് കുറ്റി അടിച്ചിരിക്കുകയാണ്.
എന്തായാലും ഒന്ന് സൂര്യനെ കണ്ട് ഇല്ലേ നല്ലൊരു അടിപൊളി വ്യൂ കാണാൻ പറ്റുന്നുള്ളത് വിശ്വസിക്കുന്നു. അവിടെ ചെറുതായിട്ട് ഒരു ലൈറ്റ് കാണുന്നുണ്ട്, കാണിച്ചു തരാം. അടിപൊളി അടിപൊളി വ്യൂ. മുന്തിയിടല്ലേ ഇപ്പൊ തന്നെ പോവായിരുന്നു. ഈ ഭാഗത്തെ വ്യൂ കഴിഞ്ഞിട്ടോ. ഇവിടെ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല, കവർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗത്ത് ചെയ്തിരുന്നിട്ട് അവിടെ നോക്കണ്ടേ. ജോഗ്രഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയത്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അത്ര ദൂരം വന്നത് തന്നെ ഈ ഒരു വ്യൂ കാണാനായിട്ട് ആണ്. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണുള്ളത്. ഞങ്ങൾക്ക് 1 hour ടൈമുള്ളൂ. ഇവിടെ ഓപ്പോസിറ്റ് ഒരു ജാഗോർ റോക്ക് ഉണ്ടായിരുന്നു. അവിടെയും കൂടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. ഞങ്ങളെ 5:45 ഇവിടെ ഡ്രോപ്പ് ചെയ്തേ. 6 തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ശരിക്കും എനിക്ക് ഈ ആകാശത്തിനോടുള്ളൊരു ഇഷ്ടം അത് ഭയങ്കര വലുതാണ്. എത്ര നോക്കിയിരുന്നാലും മതിയാവാത്തൊരു സംഭവമാണ് എനിക്ക് ഈ ആകാശം, ക്ലൗഡ്സ്, പിന്നെ സൂര്യന്. അപ്പോൾ ഭയങ്കര അടിപൊളിയായി. സത്യം പറഞ്ഞാൽ വരണ്ടേ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. കാരണം നമ്മുടെ അവിടേക്കൊക്കെ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് മഴയായിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വേണ്ട, ചിലപ്പോൾ ഈ ഒരു വ്യൂ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റൊക്കെ ക്യാൻസലാക്കി. പിന്നെ രണ്ടാമതും എന്തെങ്കിലും ആവട്ടെ, മഴയാണെങ്കിൽ മഴ, പ്രകൃതിയല്ലേ. അപ്പോൾ പ്രകൃതി എന്നാണോ നമ്മളെ കാണാൻ അനുവദിക്കുന്നത് അത് കാണണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല, അടിപൊളിയായിരുന്നു. ഇനി മെല്ലെ ജീപ്പ് കുറച്ച് താഴെയാണ്, അവിടേക്ക് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ടെൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ഇറങ്ങണം. അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ
ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ വാങ്ങാൻ പറ്റിയില്ല, അപ്പോൾ ഇപ്പോൾ വാങ്ങി ചായ കുടിച്ചോണ്ട് അങ്ങനെ മെല്ലെ നടക്കട്ടെ. ഞങ്ങൾ വന്ന ജീപ്പ് കുറച്ച് താഴെയാണ് കേട്ടോ, ഒരു 300 മീറ്റർ അങ്ങോട്ട് മാറി നടക്കണം. ഇവിടെ എത്തുന്നത് വരെ ഫുള്ള് ഓഫ് റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 1/4 മണിക്കൂർ അത്ര ദൂരം ഫുള്ള് ഇളകി മറിഞ്ഞിട്ടാണ്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാലൊരു പേടിയുണ്ട്, ഇനി തിരിച്ചങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഫുള്ള് ഇളകി മറിഞ്ഞിട്ട് വാള് വെക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. പുക കാണുന്നുണ്ടോ? ഇവിടെ ഭയങ്കര തണുപ്പാണ്, കൈയൊക്കെ ശരിക്കും മരവിച്ചു. ഒരു ചായ ഇല്ലാന്നുണ്ടെങ്കിലേ ചായ അടിപൊളിയാണ്. മസാല ടീ ആണെന്ന് തോന്നുന്നുണ്ട്, കട്ടനാണ്. പക്ഷെ നമ്മളെ കാവയൊക്കെ ഇല്ലേ, കാവ കുടിക്കുന്ന പോലെ ഇവിടെ ഫുള്ള്. വണ്ടി വീഡിയോ എടുക്കണോ? വണ്ടി വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടി വീഡിയോ എടുക്കാം. അപ്പൊ എന്തെങ്കിലും പറഞ്ഞോളൂ ഇവിടെ കൊളുക്കുമലയെ കുറിച്ച്. കൊളുക്കുമലയാ രാവിലെ 4:30ക്കാണ് സൺറൈസ് വണ്ടി എടുക്കുന്നത്. ബുക്ക് ചെയ്യണം, നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. നേരത്തെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി കിട്ടത്തില്ല. നേരിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല. എല്ലാ വണ്ടികളും ബുക്കിംഗ് ആയിരിക്കും. ഞങ്ങളെ തന്നെ വിളിക്കണം, കോണ്ടാക്ട് ചെയ്യാം. നേരത്തെ തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഇവിടെ കിടക്കുന്നുണ്ട്, നോട്ട് ചെയ്തു. അല്ല, അപ്പൊ ഈ പാക്കേജ് ഒക്കെ എടുക്കാതെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് എത്താൻ വേറെ വഴിയൊന്നുമില്ല. ആൾക്കാർ വണ്ടിയില്ലാണ്ട് നിൽക്കുക അവിടെ വെയിറ്റ്. ഞങ്ങൾ വരുമ്പോ കണ്ടു, അതായത് വണ്ടി കിട്ടത്തില്ല. കാരണം ഇവിടെ 267 വണ്ടിയേ ഉള്ളൂ. അപ്പൊ എല്ലാം ക്യാമ്പുകാർ റിസോർട്ടിലെല്ലാം ബുക്ക് ചെയ്യും. അപ്പൊ ഒറ്റയ്ക്ക് വന്നാ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് എത്താൻ അല്ലേ? നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ. വണ്ടി അവിടെ നിന്ന് ഇപ്പോ എടുക്കുന്ന് പറഞ്ഞിട്ട് നസ്രത്ത് വിളിച്ചിട്ടുണ്ട്, വേഗം ഓടട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടന്മാര് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല, ഒരുപാട് ദൂരെയാണ്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. ഡ്രൈവർ ഇതാണോന്ന് അറിയൂല, ആളൊരു മൂരാഴ്ചയായിരുന്നു. ഡ്രൈവർ മൂരാച്ചിയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളവിടെ 4 മണിക്ക് റെഡി ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 4:15 ആകുമ്പോൾ തന്നെ റെഡി ആയി. പക്ഷേ 4 മണിക്ക് റെഡി ആവണമെന്ന് പറഞ്ഞാൽ 4:15 എത്തി. ഓക്കെ, അപ്പോൾ എല്ലാവരെയും അവര് ആദ്യം വന്ന ആൾക്കാർ ഞങ്ങളൊക്കെ ബാക്കിലായിപ്പോയി. പിന്നെ അവസാനം വന്ന് ഇതിൽ ചാടി കയറാൻ നോക്കിയപ്പോൾ ഇവര് പറഞ്ഞു ഇവർക്ക് ഗസ്റ്റ് ഉണ്ട്, വേറെ ഗസ്റ്റ് ഉണ്ട് എന്നൊക്കെ. നമ്മളും ഗസ്റ്റ് തന്നെയല്ലേ, പൈസ എടുത്തിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. ഞങ്ങൾ 3 ഗേൾസ്, അതേപോലെ തന്നെ വേറെ ഒരു ഗ്രൂപ്പ്, ഒരു 4 ബോയ്സ് ഉണ്ടായിരുന്നു. ഞങ്ങള് അള്ളി പിടിച്ച് അവിടെ ഇരുന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മൂരാച്ചി എന്ന് പറഞ്ഞത്. എന്തായാലും ഇതിൽ കേട്ടിട്ട് അയ്യോ കൈ എന്റെ മൂക്ക് കൂടെ വെള്ളം ഒഴിച്ചിട്ടേ ഒറ്റ തിരിച്ചുള്ളൂ. അഭിപ്രായം പറഞ്ഞത് ഓപ്ഷൻ തന്നതാണ്. പറഞ്ഞു വേണ്ട, ഓപ്ഷൻ വേണ്ട, നമ്മൾ ആദ്യം അറിയാം. നമുക്ക് വലിയ ഐഡിയ ഇല്ല, നമ്മള് പോകുന്നു പറഞ്ഞു, വൈകുന്നേരം പോകുന്നു പറഞ്ഞു. പിന്നീട് നോക്കിയപ്പം ഭയങ്കര വേഴ്സായി ക്ലൈമറ്റ്. പിന്നീട് പുള്ളിക്കാണ്ട് തിരിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഒരു സമ്മതിക്കുന്നില്ല. അയാൾ പിണങ്ങി മറ്റേ ബ്ലാക്ക് ഹുഡ് ഇട്ട പുള്ളി ഉണ്ടല്ലോ, അയാളാണ് പ്രശ്നം. മറ്റു രണ്ടുപേരും മറ്റേ ആ ലേഡി കുഴപ്പമില്ല. ഇയാളെ നമ്മുടെ കട്ടീസിട്ട പോലെ ഇങ്ങനെ മൊത്തം നോക്കാം. എന്താ അറിയോ, എനിക്കൊന്ന് ഇവർക്ക് ജീപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ മാക്സിമം ആൾക്കാർ ഈവനിങ് കയറി കഴിഞ്ഞാൽ രാവിലെ ഇവർക്ക് കുറച്ച് റഷ് ഒഴിവാകും. അതുകൊണ്ടായിരിക്കും. അല്ല, അവര് പറഞ്ഞതും കാര്യമുണ്ട്. കാര്യം പൂജ ഹോളിഡേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അല്ല, പക്ഷെ അവര് പറഞ്ഞ കണക്കിന് അത്ര ഒന്നും ബ്ലോക്ക് ആണ്, അങ്ങോട്ട് പോകാനേ പറ്റില്ല, അത്ര അങ്ങനെയൊക്കെ പറഞ്ഞു ഒന്നല്ലേ. പക്ഷെ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് ഇത് കാണാനായിട്ടാണ് ഇത് വന്നത്. അപ്പൊ നമ്മള് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോ ആ ലേഡി ഓക്കെ കുഴപ്പമില്ല. കൊലുക്കുമലൈ സൺറൈസ് ലൈക് പ്രോപ്പർ സൺറൈസ് പോയിന്റ് എന്നാ കൊടുത്തിട്ടുള്ളത്. സൺസെറ്റിൽ പോയി കണ്ടിട്ടൊന്നും ഉറങ്ങി
എല്ലാം കൂടെ അവൽ കുത്തിയ പഴമായിട്ടുണ്ട് എൻ്റെ അമ്മ പറയും പോലെ. ഞങ്ങളിവിടെ റൂമിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇരവികുളം നാഷണൽ പാർക്കിലൊന്ന് പോവാന്നുള്ളതാണ് കേട്ടോ പ്ലാന്. നിങ്ങളില്ല, പേടിക്കണ്ട. ഇല്ലല്ല. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല പൊടി അടിച്ചിട്ടുണ്ട്. കുറേ ദൂരം മല കയറി കുന്ന് കയറി. ശരിക്കും അവിടെ അങ്ങനെ ഒരു റോഡ് ഉള്ളതേ മനസ്സിലാവില്ല. ഈ എന്താണ് മറ്റേ തേയിലത്തോട്ടമില്ലേ, അതിൻ്റെ നടുവ് കൂടെയാണ്. അവിടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് റോഡാ. ഇനിയിപ്പോൾ ജീവിക്കാൻ ആരുമില്ല, പക്ഷേ അവിടെ ആരും ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ തേയിലകളൊക്കെ പറിക്കാനായിട്ട് പോകണ്ടേ. എന്തായാലും പോയിട്ട് ചായ പിടിക്കട്ടെ. വയറ് കത്തി കരിഞ്ഞു മണക്കുന്നുണ്ട്. വയറിൻ്റെ ഉള്ളിൽ നിന്ന് വിശപ്പിൻ്റെ വിളിയൊക്കെ എപ്പോഴോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നല്ല പ്ലസൻറ്റ് വെതറാണ് കേട്ടോ. രാവിലെ നേരത്തെ ഡേറ്റ് അങ്ങോട്ട് എണീക്കാൻ തോന്നില്ല. എടാ കുട്ടാ, സമയം 9 മണി. ചായ തീർന്നു. ചായ കുടിക്കാൻ കളവിയോ? ഞാൻ വിചാരിച്ച നിന്നെ കളവിന്ന് വിളിച്ച. ഞങ്ങളപ്പോ ഇവിടുന്ന് യാത്രയാവുകയാണ്. ഇന്നത്തെ അല്ല, കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെയും കൂടെ കൂടിയിട്ട് ഇവിടെ ടെന്റിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ച് ഒന്ന് ഡ്രസ്സ് മാറ്റി ഇന്നിപ്പോൾ വൃത്തിയുള്ള കോലത്തിലേക്ക് വന്ന്. കാരണം ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലാണ് ട്രാവൽ ചെയ്യാൻ ഒരു ആയാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത പോയിന്റ് അടുത്ത ഡെസ്റ്റിനേഷൻ ഇരവികുളം നാഷണൽ പാർക്ക്. പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹയാത്രികരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓസിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ടെന്റിൽ വന്ന ഞങ്ങളിവിടെ കൂടെ ഉണ്ടായിരുന്ന 2-3 തിരുവനന്തപുരംകാരന്മാർ 3 പേരുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അല്ലേ കാറിൽ തള്ളിക്കയറി അങ്ങോട്ട് പോയിക്കൂടാന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നാറിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മാറിപ്പോകണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ശരിയാണ് എന്ന് അവരെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഇങ്ങനത്തെ യാത്ര എന്നൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലേ ഭവതി? ഈ ഭവതി നാട് മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് ഫ്രണ്ട്സുകളെ ഉണ്ടാക്കുന്ന ഉണ്ട്, എവിടേക്കോ പോയിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ആ ധൈര്യത്തിൽ ഞങ്ങളും കൂടെ ഇങ്ങനെ തുള്ളി കൊടുക്കാണ്. ഞാനും പാമ്പ് പിടിച്ച ഒരു ജന്നത്ത് മോളുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെതാ EMന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഇപ്പൊ തന്നെ ബാഗ് ഇവിടെ വെച്ച് പോവായിരുന്നു. ഇല്ല ഒന്നുമില്ല, ഓൾ ക്ലിയർ. ഓ സ്കൈ അടിപൊളിയായി. നല്ല നീല കളർ ആകാശം, വെള്ള കളർ മേഘങ്ങൾ, അടിപൊളി. അപ്പൊ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഒരു ട്രിപ്പ് അടിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാനൊന്നും പോകണില്ല. വളരെ മോശമായിരുന്നു സർവീസൊക്കെ. എന്റെ ബാഗ് അതിൽ കൊള്ളുവോ? കൂട്ടത്തിൽ ഏറ്റവും വലുത് എന്റെ ബാഗ്.
ജസ്റ്റ് മാത്രമോ ബാക്കിയോടെ ജസ്റ്റ് എടുത്ത് ഫ്രണ്ട് കോഴിക്കോടിലെ ആൾക്കാരെ കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കാനായിട്ട് കോഴിക്കോട് എനിക്ക് നല്ല അഭിപ്രായമാണ്. ഗുഡ് ഫുഡ് ജോയിൻസ് അല്ലേ. പിന്നെ അവിടെ ഗേൾസ് ആർ സേഫ്. രാത്രി എപ്പോഴാണെങ്കിലും അത് നിങ്ങൾക്ക് നല്ലതാ. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പൊളിക്കാം. പിന്നെ നമുക്ക് പറ്റൂല കോഴിക്കോട് വരാൻ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾസ് കണ്ടു. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അതിന്റെ പേര് പെരിയക്കനാൽ വാട്ടർഫോൾസ് കാണിച്ചത്. ഇവിടെ സൈഡിലൊക്കെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് കാണുന്നുണ്ട്. ഇതിപ്പോ ഇവരെ കൂടെ കാറിലായോണ്ടാണ് കേട്ടോ നമുക്ക് ഇറങ്ങാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് വിളിക്കുമ്പം പറ്റൂല. അപ്പോ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. താങ്ക് യു. നല്ല വെയിലത്ത് അടിപൊളി കഴിക്കും. അടിപൊളി വെയിലാണ്. ഈ വെയിൽ നമുക്ക് പറ്റാത്ത കാര്യമായോണ്ട് പിന്നെ അത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഹായ്. മുഖം വ്യക്തമല്ല കുട്ടി. എന്താണ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്? നമ്മളിപ്പോൾ 6 കരിക്ക് കുടിച്ചു. പെരിയക്കനാൽ വാട്ടർഫോൾസ് 6 കരിക്ക് കുടിച്ചിട്ടൊക്കെയാണ് നമ്മൾ. അതെന്തുകൊണ്ട് അങ്ങനെ പറയണ അറിയോ? ആൾക്ക് പാഷൻ ആർജയാണ് അല്ലേ? എന്നെ പറ്റി എനിക്ക് ഒബ്വിയസ്ലി ആർജെ അടിയാ. ഞാൻ ആദ്യം ആർജെ, ഫ്യൂച്ചർ ആർജെ. നീ ആർജെ ആയിട്ട് അറിയിക്കണേടാ. ടിക്കറ്റിന് അവിടെ ഭയങ്കര റഷാണ് കേട്ടോ. ഓൺലൈൻ ടിക്കറ്റാണ്. ഇവിടെ നെറ്റും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പേയ്മെന്റ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ്. ക്യാഷ് ആയിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല. 170 ആണ് അഡൾട്ട്സിന്. ഇനി 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടുന്ന് ബസ് കയറിയിട്ടാണ് മേലെ മലേന്റെ മേലേക്ക് പോകും. എനിക്ക് ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു ചെറിയ ചെറിയ ഓർമ്മകളാണുള്ളത്. കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവിടെ ഇവിടെയൊക്കെ ബസ്സിൽ പോയതും പിന്നെ അവിടെ വരാട് ഉണ്ടാവല്ലോ മലേൻ്റെ മേലെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ കൂടെ ഉള്ളവർ ചാടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചു നോക്കാൻ ഫോണിൽ റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ തപ്പി അങ്ങനെ ഇറങ്ങിക്കാണ്. നേരെ മുന്നിലൊരു മല കാണുന്നുണ്ട്. അതാണോന്ന് അറിയില്ല. എനിക്കിപ്പോൾ ബസ് എവിടെ നിന്നാണ് കയറുകയെന്ന് വെച്ചാൽ അത് തപ്പി പിടിച്ചിട്ട് മെല്ലെ പോയി നോക്കട്ടെ. ആരെങ്കിലും ചോദിക്കാം. ആരെങ്കിലും ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിലെ ഈ സൈഡിൽ കൂടെ എങ്ങോട്ടാ കയറണം തോന്നുന്നുണ്ട്. ഇവിടെ ഇവിടെ ബസ് വരുമായിരിക്കും. ഇത് നല്ല ഭംഗിയുണ്ട്. സിംബ അല്ലേ ഇത്? ആണ്. ചേട്ടാ ഇത് എത്രയാ? ഇതെത്ര? ഇതാ ആ 100. ഇതോ 150. 120. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇരവികുളം നാഷണൽ പാർക്കിനെ പറ്റി? ഇല്ലേ? ഇവിടെ എത്ര വർഷം ഇവിടെ കച്ചവടം? ഇവിടെ ആൾക്കാർ 2006. ചേട്ടൻ എവിടെയാണോ? നാട് എവിടെയാണോ? നാട് തിരുനെല്ലി. ഇവിടെ മൂന്നാർ നൈമക്കാട് സെറ്റിലർ. അടിപൊളി.
ഓ സമയം നോക്കിയിരിക്കുന്നേ അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നടന്ന് പോയിട്ട് നമ്മള് ആടുംപാമ്പനെ കാണാൻ പോയി. ആടുംപാമ്പൻ ഒരു വരയാടിനെ കണ്ട്. ഇനി കൂടുതൽ വരയാടിനെ കാണാനായിട്ട് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കോടയാണ് കേട്ടോ. ബാക്കില് നല്ല ഡെപ്തിലാണുള്ളത്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ കോട ആയതുകൊണ്ട് ആ ഡെപ്ത് അറിയാത്തതാണ്. ഒറ്റയാൻ നല്ല മോള് തന്നെ പോയിട്ടായിരുന്നു കേട്ടോ. ഫുള്ള് മഴ പെയ്ത് നനഞ്ഞു. അങ്ങനെ മൂന്നാർ യാത്രയൊക്കെ അടിപൊളിയാക്കിയിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇനി തിരിച്ചു പോകും. ഒരു 7:30 ആകുമ്പോൾ 7:00 ബസ്. ഇരവികുളത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. മേലെ നല്ല മഴയായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കാം. അവിടെ അത്ര ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല. മോൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് മൂന്നാർ നമുക്ക് KSRTCയുടെ ഡിപ്പോന്നാണ് ബസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.